കൈലാസനാഥനോരാലയായി ശൈലജാദേവി പിടിയുമായി കാനനം തന്നിൽ വസിക്കും കാലം അപ്പോഴേ ഗൗരിക്കു ഗർഭമുണ്ടായി ഊനം കൂടാതെ പിറന്നോരുണ്ണി ആനമൂകവാഗണപതിയേ ഞാനിതാ നിൻ പാദം കൈതൊഴുന്നേ. സരസ്വതി പരിപാഹി പരാൽ പരരൂപിണി മഞ്ജുള ഭാഷിണി വിധിരമണി. സരസ്വതി പരിപാഹി പരാൽ പരരൂപിണി മഞ്ജുള ഭാഷിണി വിധിരമണി. പാശാങ്കുശവരദാഭയഹാരിണി പാപവിമോചിനി പാഹി കല്യാണി സരസ്വതി പരിപാഹി. ജയ ജയ നാഗകീർത്തനാ ജഗദീപതി ജയ ജയ നാഗകീർത്തനാ ജഗദീപതി ജയ ജയ നാഗകീർത്തനാ. നയവിനയ ജലധീ നമാമി നിൻ പദസരോരുഹം നയവിനയ ജലധീ നമാമി നിൻ പദസരോരുഹം ജയ ജയ നാഗകീർത്തനാ. സാദരം നിന്നുടെ ദേശം കൈ കൊണ്ടെല്ലാരും നേടി നീ തന്നിലൊരു ദേശം തോറുമധിക സാദരം നിന്നുടെ ദേശം കൈ കൊണ്ടെല്ലാരും നേടി നീ തന്നിലൊരു ദേശം തോറുമധിക മോദേന വാണിടുന്ന ദേശം ഉള്ളിലാക്കുമേ. മോദേന വാണിടുന്ന ദേശം ഉള്ളിലാക്കുമേ. ഏതമില്ലൊരു ലവലേശം അത്രയുമല്ല കരുപ്രവരനിഹ സുയോധനൻ വിഭു പ്രകരമദവിനാശനൻ കരുപ്രവരനിഹ സുയോധനൻ വിഭു പ്രകരമദവിനാശനൻ ഹരിപ്രദമനദി യശോധനൻ നിധി പ്രശംസി മഹാജനൻ. ജയ ജയ നാഗകീർത്തനാ. പാർത്ഥിവേന്ദ്ര ഞാനിവിടെ നിന്നു തിരിച്ചു വേഗം പാർത്തലം തന്നെ കയ്യമിന്നു ഗുണമായിട്ടു. പാർത്ഥിവേന്ദ്ര ഞാനിവിടെ നിന്നു തിരിച്ചു വേഗം പാർത്തലം തന്നെ കയ്യമിന്നു ഗുണമായിട്ടു. പാർത്തന്മാർ രംഗുമാരുവുന്നു എന്നുള്ള പര പാർത്തന്മാർ രംഗുമാരുവുന്നു എന്നുള്ള പര മാർത്തമറിഞ്ഞിടുവതിൻ
വഴികൾ തടത്തിലും തിരഞ്ഞു ബഹുജന പദത്തിലും തിരഞ്ഞില്ലൊരു വിധത്തിലും തിരഞ്ഞു ബഹുജന പദത്തിലും തിരഞ്ഞില്ലൊരു വിധത്തിലും ജയ ജയ നാഗ കീർത്തനാ പിന്നെയും അവരെ അന്വേഷിച്ചു വിരാടപൂവൻ തന്നൂടെ രാജ്യത്തെ ഗമിച്ചു അവിടെയൊരു പിന്നെയും അവരെ അന്വേഷിച്ചു വിരാടപൂവൻ തന്നൂടെ രാജ്യത്തെ ഗമിച്ചു അവിടെയൊരു തന്നൽ ഒരുത്തനവനെയും ഹനിച്ചു പോൽ തരത്തിലനുചരം ധരിച്ചു പോൽ ഒരുത്തനവനെയും ഹനിച്ചു പോൽ തരത്തിലനുചരം ധരിച്ചു പോൽ പെരുത്തരണമതു ഭവിച്ച പോൽ കരുത്തനവനെയും വധിച്ച പോൽ പെരുത്തരണമതു ഭവിച്ച പോൽ കരുത്തനവനെയും വധിച്ച പോൽ ജയ ജയ നാഗ കീർത്തനാ ജഗദീപതി ജയ ജയ നാഗ കീർത്തനാ അച്യുത സായകനി ത്രിവിഭോ മഞ്ജുളഗാത്ര കൃപാലയമോ അച്യുത സായകനി ത്രിവിഭോ മഞ്ജുളഗാത്ര കൃപാലയമോ അഞ്ജന വർണ്ണമി ഞങ്ങളുടെ കാമിത മഞ്ജന സാധിച്ചു തന്നിടണം അഞ്ജന വർണ്ണമി ഞങ്ങളുടെ കാമിത മഞ്ജന സാധിച്ചു തന്നിടണം നിർമ്മല ചന്ദ്രന്റെ ശോഭയിലും തന്മരുളിനമം പൂമണവും നിർമ്മല ചന്ദ്രന്റെ ശോഭയിലും തന്മരുളിനമം പൂമണവും കന്മഷഹീനാമം കാളിന്തിയും നല്ല വെണ്മകൾ നൽകുന്ന പങ്കങ്ങളും കന്മഷഹീനാമം കാളിന്തിയും നല്ല വെണ്മകൾ നൽകുന്ന പങ്കങ്ങളും സുന്ദരിമാരിതു വന്നിടുകേ സുന്ദര ചിത്തവിമോഹനായി സുന്ദരിമാരിതു വന്നിടുകേ സുന്ദര ചിത്തവിമോഹനായി നന്ദകുമാരനം കൃഷ്ണനെ ഞാനിതാ വന്ദിച്ചു കുമ്മിയടിച്ചിടുന്നേ നന്ദകുമാരനം കൃഷ്ണനെ ഞാനിതാ വന്ദിച്ചു കുമ്മിയടിച്ചിടുന്നേ സദാ വന്ദിച്ചു കുമ്മിയടിച്ചിടുന്നേ സദാ വന്ദിച്ചു കുമ്മിയടിച്ചിടുന്നേ ധന്യനാകും പാലശര മാമുനീന്ദ്രൻ പണ്ട് ദക്ഷിണമാം ദിക്കു നോക്കി തൽക്ഷണം പോകുന്നു വേഗമുടി കാളിന്തി കടപ്പത്തിനായി ചെന്നു അപ്പോഴേ കാടത്തിനുള്ളിൽ മുക്കുവതരുന്നേ വന്നൊരു തുരയുമായി ദാസകന്യാവേഗം തമ്പുരാനെഴുന്നള്ളിയാലും തോണി തന്നിൽ വേഗം മാമുനിതൻ മോദമുടെ തോണിയിൽ കയറി അപ്പോഴേ കാലത്തിനുള്ളിൽ അതിശയമായി ചെന്നു സാരസാക്ഷിമാരെ വരൂ പാതിരാപ്പു ചൂടുവാൻ നേരമീനെ വൈകിടല്ലേ പൂരിക വീണം തടേത് ആദിയാകും കരുകയും കൃഷ്ണകാന്തി മുക്കുറ്റിയും ആദരാലെ നമുക്കിന്നു ചൂടുക വീണം തടേത് കേളികളും ധനുമാസ പാർവതിക്കു പാതിയാകും നീലകണ്ഠ സേവ ചെയ്യാൻ പൂരിക വീണം തടേത് തകതേതോ തെയ്തിത്തരിത്തിത്താരാതിത്തേതകതേതോ തെറ്റിത്താരാ
ജയമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം കൃഷ്ണ കൃഷ്ണ ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാ ഇപ്പൊ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടികളാണ്. ഹോളി ഫാമിലി സ്കൂളിലെ മിടുമിടുക്കികളാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ? അപ്പൊ എല്ലാ മിടുക്കികളുടെയും പേര് കേൾക്കട്ടെ. ഹരിപ്രിയ, ശാലറ്റ്, ശ്രേയ, ശ്രീലക്ഷ്മി, ലിയ, ദേവിപ്രിയ, മീനാക്ഷി, സേറ, പാർവതി, മാളവിക. എല്ലാവരും നല്ല രസമായിട്ട് കളിച്ചു, നല്ല പാട്ടൊക്കെ പാടി. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് പാരന്റ്സും ടീച്ചേഴ്സ് അല്ലേ? ആരാ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്? തിരുവാതിരക്കളി പഠിപ്പിച്ചത് ആരാ? പ്രവീൺ മാഷ്. ഒരേ പേരാ പറയുന്നെങ്കിലും പല സൈഡിൽ നിന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചേ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പറയുന്നതൊക്കെ ഒരു പേരാ, പ്രവീൺ മാഷ്, ആതിര ടീച്ചർ. അപ്പൊ ആതിര ടീച്ചറും പ്രവീൺ മാഷും കൂടിയാണ് നമുക്ക് ഈ തിരുവാതിര പഠിപ്പിച്ചത് അല്ലേ? ഇഷ്ടപ്പെട്ടോ തിരുവാതിര കളിക്കാൻ? സാധാരണ തിരുവാതിര കളിക്കാൻ വലിയ വലിയ ചേച്ചിമാരൊക്കെയാ. നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ കളിക്കണേ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യമായിട്ട് തിരുവാതിര കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു? വലിയ ആൾക്കാരൊക്കെ കളിക്കുന്ന തിരുവാതിര നമുക്കും കളിക്കാം, ഇങ്ങനെ സാരി ഒക്കെ എടുക്കാം. നമ്മൾ സാധാരണ സാരി എടുക്കുന്ന കുട്ടികളല്ലല്ലോ, കുഞ്ഞു കുട്ടികളല്ലേ എല്ലാവരും. അപ്പൊ ഇങ്ങനെ സാരി ഒക്കെ എടുക്കുന്നത് ഇഷ്ടമാണോ? ആണോ? ചില ആളുകളൊക്കെ സാരിയല്ല, വേറെ ഇങ്ങനെ മുണ്ടും ടോപ്പും അങ്ങനെയല്ല എടുക്കുന്നത്. നിങ്ങൾ സാരിയാ. അതെന്താ സാരി ചൂസ് ചെയ്യാൻ കാരണം? ആരാ ചൂസ് ചെയ്തത്? ഞങ്ങൾക്ക് ഇഷ്ടം സാരി എടുക്കുന്നതാണ് ഇഷ്ടം. അതായത് വലിയ ആൾക്കാരാവുന്നതാണ് ഇഷ്ടം, വേഗം വലുതാവണം എന്നാണ് ആഗ്രഹം അല്ലേ? പക്ഷെ അതിനേത് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, സാരി എടുക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, പെട്ടെന്ന് വലുതാവാനുള്ള ഒരു ഇഷ്ടം കാരണം കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, പക്ഷെ സാരി എടുക്കാൻ ഇഷ്ടമാണ്. നമ്മൾ സാധാരണ സാരി എല്ലാവരും ഇങ്ങനെ മുണ്ടും ഇതാക്കുന്ന സമയത്ത് നമ്മൾ വെറൈറ്റി ആയിട്ട് സാരി എടുത്ത് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇഷ്ടമാണല്ലോ വലിയ ആൾക്കാരെ പോലെ സാരി എടുക്കാൻ. ആദ്യമുള്ളൊരു ഭയങ്കര ഇഷ്ടം ഉണ്ടാവുമല്ലോ, കുറച്ച് കഴിയുമ്പോൾ മടുക്കുമല്ലേ? അപ്പൊ എന്തായാലും നല്ല രസമായിട്ട് കളിച്ചു. തിരുവാതിരക്കളി ഇപ്പൊ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി റിസൾട്ടിനുള്ള വെയിറ്റിംഗ് ആണ്. എല്ലാവരുടെയും ആ ഒരു കളിക്കുന്നവരെയുള്ള ഒരു ടെൻഷൻ ഇല്ലേ, അതൊക്കെ മാറിയില്ലേ? ഇനിയിപ്പോ ഹാപ്പി ആയിരുന്നിട്ട് ബാക്കി തിരുവാതിരക്കളി കാണാം അല്ലേ? അത് കഴിഞ്ഞ് ഇനി റിസൾട്ട് വരാറാവുമ്പോ കുറച്ച് ടെൻഷൻ അടിച്ചാൽ മതി അല്ലേ? ഇനി തിരുവാതിരക്കളി അല്ലാതെ നിങ്ങൾക്ക് കലോത്സവത്തിന് കാണാനായിട്ട് ഇഷ്ടപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാ? ഗ്രൂപ്പ് ഡാൻസ് ഇഷ്ടാ? ഭരതനാട്യം, മോഹിനിയാട്ടം, ഗ്രൂപ്പ് ഡാൻസ്, കുച്ചിപ്പുടി, ഫുൾ ഡാൻസ് ഐറ്റംസ് ആണ്. ഫോക്ക, ഫുൾ ഡാൻസ് ഐറ്റംസ് ആണ് നമുക്ക് ഇഷ്ടം അല്ലേ? നമ്മൾ ഡാൻസുകാരാണ് ബേസിക്കലി അല്ലേ? പാട്ടുകാരും, യെസ് പാട്ടുകാരും ഉണ്ട്. രണ്ടുപേരും പാട്ട് പാടിയിട്ടാണ് ഇവരൊക്കെ ഡാൻസ് കളിച്ചത് അല്ലേ? അപ്പൊ പാട്ടും ഡാൻസ് ഒക്കെയാണ് നമ്മുടെ ഐറ്റംസ്. അപ്പൊ ഇനിയും ഒരുപാട് സ്റ്റേജുകളിൽ നമുക്ക് പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് കയറാൻ പറ്റട്ടെ. കലോത്സവത്തിന് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ, അതിലൊക്കെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. We are from അപ്പൊ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ അല്ല പല പല സ്വരത്തിൽ പറഞ്ഞ പ്രവീൺ മാഷാണ്. അതായത് മാഷെ, കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്തു, നല്ല മിടുക്കികളായിട്ട് ചെയ്തു. പാട്ടും കളി എല്ലാം നന്നായിരുന്നു. അവർക്ക് വലിയ കുട്ടികൾ കളിക്കുന്നതിന്റെ ഒപ്പം, കാരണം വെച്ചാൽ തിരുവാതിരക്കളി എന്ന് പറയാൻ പറയാലോ, മുതിർന്നവരുടെ കളിയാണ്. അത് ഇത്രയും 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് 10 മിനിറ്റ് താന്ന് നിന്ന് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഒരു ഗുരു വന്നൊരു രീതിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കേട്ടല്ലോ, സന്തോഷായില്ലേ? ഇവർക്ക് ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഉടനെയാണല്ലോ ഞാൻ പിടിച്ചത്. അപ്പൊ അവർക്ക് ആകെ ടെൻഷൻ, നന്നായില്ലേ, പാടിയത് നന്നായില്ലേ, കളിച്ചത് നന്നായില്ലേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. മാഷെ കണ്ടപ്പോഴാണ് അവർക്ക്, മാഷിന്റെ വായിന്ന് ഈ ഒരു വാക്ക് കേട്ടപ്പോ ഇപ്പൊ ഹാപ്പി. ഇപ്പൊ എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇത്ര നേരം അവർക്ക് സംശയമായിരുന്നു നന്നായോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ. മാഷ് ബേസിക്കലി തൃശ്ശൂർ തന്നെയാണോ? അല്ലല്ല, ആലപ്പുഴ. ഒരുപാട് വർഷമായോ ഈ ഒരു 22 വർഷത്തോളമായിട്ട് ഉണ്ട്. ഇതിലുണ്ട് ശാസ്ത്രീയ നൃത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിരക്കളി ഒരു 15 വർഷത്തോളം ഞാൻ ശാരദാമ്മയുടെ കീഴിൽ പഠിച്ചതാണ്. അങ്ങനെ ഹരിപ്പാട് ശാന്താദേവി ടീച്ചറിന്റെ ശിഷ്യനാണ്. അങ്ങനെ ഒരുപാട്
അതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കലാരൂപമാണ്, അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തതും. അതിപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നിരവധി കുട്ടികൾ സംസ്ഥാന തലത്തിലൊക്കെ എത്താൻ സാധിച്ചു. അപ്പൊ ഒരുപാട് ശിഷ്യ സമ്പത്ത് ഉണ്ടായിരിക്കുമല്ലോ മാഷിക്ക്. തീർച്ചയായിട്ടും ഉണ്ട് തിരുവാതിരക്കളിയില്. തിരുവാതിരക്കളി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയ ആളുകളാണല്ലോ നമ്മൾ സാധാരണ കളിച്ചു കാണുക. അപ്പൊ ഈ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ ഒരു കൗതുകമാണ് അല്ലേ, കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ. എന്തായാലും എല്ലാവരും നന്നായി കളിച്ചു. മാഷിക്കാണ് അതിന്റെ ക്രെഡിറ്റ് അല്ലേ. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും നന്നായിട്ട് അവർ സ്റ്റേജിൽ പെർഫോം ചെയ്തല്ലോ. അതാണ് ദൈവഭാഗ്യം. അതെ, ശരി മാഷ്.